ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് മലയാളീസ്. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ കാലമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. അതായത് ഞാനൊരു വർഷം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ഒരു POCO X3 PRO എന്ന് പറഞ്ഞൊരു ഫോൺ വാങ്ങിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോസ് അടുപ്പിച്ചിട്ടിരുന്നു. അതായത് അതിൻ്റെ ഡിസ്പ്ലേയുടെ പ്രശ്നവും ഡിസ്പ്ലേയുടെ എന്താണ് ഇഷ്യൂ അതൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇട്ടിരുന്നു. അങ്ങനെ നമ്മുടെ POCO X3 PRO ഒരു വർഷം അതുപോലെ തന്നെ ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ POCO X3 PROയുടെ റിവ്യൂയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ POCO X3 PRO എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു സാധാ ഒരു ബഡ്ജറ്റ് ഫോണിൽ നിന്ന് ഇപ്പോൾ ഇത്രയും നല്ലൊരു പ്രോസസ്സറുള്ള ഒരു ഫോൺ വാങ്ങുമ്പോൾ പ്രതീക്ഷിക്കുന്ന എന്താണ്, നന്നായിട്ട് ഗെയിം കളിക്കാൻ സാധിക്കും. അതെ, ഇതിൻ്റെ പ്രോസസ്സർ 860 ആണ് അതിൻ്റെ സ്നാപ്ഡ്രാഗൺ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് മെയിൻലി നോക്കുക. അതുപോലെ തന്നെ ഗെയിം കളിക്കാനുള്ള ഒരു ഫോണായിട്ടാണ് ഇത് ഇവർ ഇറക്കി തന്നെ. അപ്പോൾ നമ്മൾ കുറേ അല്ല പ്രതീക്ഷിക്കും. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അതൊരു നിരാശയായിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം ഡ്രോപ്പ്, അതേപോലെ തന്നെ ഡിസ്പ്ലേ ഇഷ്യൂ, അതേപോലെ തന്നെ ഹീറ്റിങ്, ബാക്ക് പാനൽ വൈബ്രേഷൻ, അതേപോലെ തന്നെ പ്രോക്സിമിറ്റി സെൻസർ ഇഷ്യൂ. ഈ 5 കാര്യങ്ങൾ ഇത് ഓൾറെഡി ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ POCO X3 PRO എവിടെയാണെന്നാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ POCO X3 PRO എടുത്തു വെച്ചിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ POCO X3 PRO അടിച്ചുപോയി ഗായ്സ് എന്ന് പറയണ പോലെ എൻ്റെ POCO X3 PRO ചത്തുപോയി. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഒരു ചാറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്ക്രീൻ ബ്ലാക്ക് ആയിട്ട് പിന്നെ ഫോൺ ഓൺ ആയിട്ടില്ല. ഓർക്കണം, ഇത് വാറണ്ടിയുടെ ഉള്ളിലല്ല, വാറണ്ടി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ആലോചിച്ചാൽ മതി എൻ്റെ 20,000 രൂപ ഇവിടെ പോയി എന്ന്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എൻ്റെ POCO X3 PRO കേടാവുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ആ 20,000 പോയി. ഒരു റീപ്ലേസ്മെൻറ്റ് ഫോൺ പോലും കിട്ടാതെ ഞാൻ അവസ്ഥയിലാണ്. ഇന്ത്യയിൽ തന്നെ പല ആൾക്കാരുടെയും ബോർഡ് നഷ്ടപ്പെടുന്നുണ്ട്. അതായത് കേടായിട്ട് പലർക്കും Note 10 Pro Max റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ POCO X3 PROയുടെ പ്രൊഡക്ഷൻ നിർത്തി. അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 860 ചിപ്സെറ്റ് നിർമ്മിക്കുന്നില്ല എന്നൊരു ന്യൂസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സേഴ്സ് ഫുള്ള് നിർത്തിയിരിക്കുക. അതിൻ്റെ പ്രോസസ്സേഴ്സ് അതുപോലെ മദർ ബോർഡ് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ വാറണ്ടിയുടെ ഉള്ളിൽ നിങ്ങളുടെ ഫോൺ ഇതേപോലെ കേടായി കഴിഞ്ഞാൽ, കാരണം ഒട്ടുമിക്ക 50%, 75% ആൾക്കാർക്ക് വരെ POCO X3 PROയുടെ ബോർഡ് അടിച്ചു പോയി. അവർ സർവീസ് സെൻറ്റർ കൊടുക്കുമ്പോൾ ഇൻവാറണ്ടിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Note 10 Pro Max റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതാണ്. പക്ഷേ എൻ്റെ കേസിൽ അതല്ല. എൻ്റെ കേസ് Note 10 Pro Max ഒന്നും കിട്ടില്ല. കാരണം എൻ്റെ വാറണ്ടി പോയിരിക്കുകയാണ്. ഇതുണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ കാലം ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരിക്കലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യരുത്, എപ്പോഴും Android 11 12.0.4 നിൽക്കുകയെന്ന്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഒരു വർഷം വരെ ചെയ്തിരുന്നത്. പക്ഷേ ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് പുതിയ അപ്ഡേറ്റ്സ് കാണണം, അതിൻ്റെ റിവ്യൂസ് ഇടണം എന്നുള്ള രീതിക്ക് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ MIയുടെ ഒരു അപ്ഡേറ്റും ചെയ്യാതിരിക്കുക. അപ്ഡേറ്റ് കൊണ്ടാണ് മെയിൻ ഇഷ്യൂ വന്നത് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനിത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതേപോലെ തന്നെ ഇഷ്യൂ വന്നത്. അതുപോലെ തന്നെ പലരും ട്വിറ്ററിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പലർക്കും ഈ 13ലേക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഇഷ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ മേ ബി ഇവരുടെ ഇറക്കിയിരിക്കുന്ന ഈ മദർ ബോർഡിന് പുതിയ അപ്ഡേഷൻസ്, അതായത് അവർ ഇറക്കിയിരിക്കുന്ന ബേസ് അപ്ഡേഷൻ ആയിട്ടുള്ള സ്റ്റേബിൾ അപ്ഡേഷൻ ആയിട്ടുള്ള 12.0.4 നിന്ന് മുകളിലേക്ക് പോകും തോറും ഇതിൻ്റെ മദർ ബോർഡിന് അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. സാധനം അടിച്ചുപോയി. അപ്പോൾ ഇനി എൻ്റെ ഒരു ഭാഗത്തുള്ളൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് MIയിലേക്ക് മെയിൽ അയയ്ക്കുക, അതുപോലെ ഞാൻ സർവീസ് സെൻറ്ററിനെ കുറേ വിളിച്ചു ചോദിച്ചു എനിക്ക് വല്ല ഹോപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചു.
അവർ പറയുന്നത് അവരുടെ പോളിസിക്ക് എതിരാണ്. ഒരു വർഷം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേ അല്ല അതിൻ്റെ മോഡ് അടിച്ച് പോയി ചത്തു. ഫുള്ള് ടോട്ടലി ഡെഡായൊരു ഫോൺ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് അതിലൊരു ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പോക്കോ X3 Pro ആണെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാതിരിക്കാം. ഇപ്പോൾ നിങ്ങൾ 13-ലാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡൗൺഗ്രേഡ് ചെയ്ത് 12.0 ആവാൻ നോക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ കാര്യം അടുത്ത് തന്നെ ഡെഡ് ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. എനിക്കറിയുന്ന എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ട്വിറ്ററിൽ പല ആൾക്കാരും ഇതേപോലെ ഇഷ്യൂസ് പറഞ്ഞിട്ട് വീഡിയോസ് അല്ല പോസ്റ്റ് ഇട്ടേക്കണതിൻ്റെ സ്ക്രീൻഷോട്ടും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം എല്ലാ പോക്കോ X3 പ്രോകളും ഡെഡ് ആവുന്നുണ്ട്. അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് എത്തിക്കുക. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ അപ്ഡേഷൻ തന്നെയാണ് എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നുന്നത്. കാരണം അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ഫോൺ ഇപ്പോഴും ലൈവായിരുന്നേനെ. ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു. 21,000 രൂപ വരെയുള്ള ഫോൺ വെറും 1 വർഷം കൊണ്ട് ഫുള്ള് അടിച്ചു പോയി. ഒരിക്കലും റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡാറ്റാസ്, അതേപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പോക്കോ ഉത്തരം പറയൂ. നമ്മളൊരു പോക്കോയുടെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഫോൺ വാങ്ങിക്കുന്നത് ഒരിക്കലും ഒരു കടയിൽ പോയിട്ട് അവിടെ വന്നിട്ട് ഇരുന്നിട്ട് എനിക്ക് ഒരു ഫോൺ വേണമെന്ന് പറയുമ്പോൾ അവരെടുത്ത് തരുന്നതല്ല, നമ്മൾ അങ്ങോട്ട് പോയി വാങ്ങിക്കുന്നതാണ്. ഈ പോക്കോ X3 അല്ലെങ്കിൽ പോക്കോ നമ്മൾ F1-ൻ്റെ ബേസ് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ പെർഫോമൻസ് പ്രതീക്ഷിക്കും. പക്ഷേ അതില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ സൈഡിൽ നിന്ന് ഇത്രയും റോസ്റ്റായിട്ടുള്ള അപ്ഡേഷൻസും അവരുടെ സർവീസും ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് അടുത്ത് തന്നെ പൂട്ടാനുള്ള എല്ലാ ചാൻസസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് പോക്കോ കാണുകയാണെങ്കിൽ ഈ എന്നെ പോലത്തല്ല ഇനിയും കുറേ പേരുടെ ബോർഡ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് റീപ്ലേസ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുറേ പേരുടെ വാറണ്ടി കഴിഞ്ഞിട്ട് ബോർഡ് പോകാൻ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു ഇതൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അമ്മാതിരി അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഉണ്ടായ കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കാം. അപ്പോൾ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ സാധിക്കും. എൻ്റെ പഴയ വീഡിയോയും കാണാൻ സാധിക്കും. ഇതേപോലെ ഡിസ്പ്ലേ കേടായിട്ട് മാറ്റിച്ച വീഡിയോയും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.